ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ കാണുന്നുണ്ട്. പക്ഷെ നിമിഷയ്ക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നിമിഷനെ ഇന്ന് കൊല്ലും, നാളേക്ക് അവളുടെ കൊല നടക്കും, അല്ല അടുത്ത ആഴ്ച അവളുടെ വധശിക്ഷ നടത്തും എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ മകളെ ഇവിടെ വിട്ടിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. ആരും എന്നെ ഇവിടെ തടകിൽ വെച്ചിട്ടില്ല, ആരും എന്നെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തിയിട്ടില്ല. എൻ്റെ മകളാണ് ജയിലിൽ കഴിയുന്നത്. എൻ്റെ മകളുടെ ജീവനാണ്, ജീവനെ രക്ഷിക്കാൻ തന്നെയാണ്. എൻ്റെ ജീവൻ കൊടുത്താലും എനിക്ക് അവളെ രക്ഷിക്കണം. അവളുടെ ഒരു പെൺകൊച്ചുണ്ട്, ആ കൊച്ചിന് വേണ്ടി അവളുടെ ജീവനെ രക്ഷിക്കണം. നിമിഷപ്രിയയുടെ അമ്മ സംസാരിക്കുന്ന ഒരു വീഡിയോ കാസ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിമിഷപ്രിയയുടെ അമ്മ വളരെ വ്യക്തമായി താൻ എന്തുകൊണ്ടാണ് യമനിൽ തുടരുന്നത് എന്നും തനിക്കെതിരെ പറയുന്ന മാധ്യമങ്ങളോട് അഭ്യർത്ഥനയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും നിമിഷപ്രിയയുടെ അമ്മയുടെ വാക്കുകളെ കുറിച്ച് പറയാം. കേരളത്തിലെ മാധ്യമ വേശ്യകൾ കേൾക്കുക നിമിഷപ്രിയയുടെ അമ്മയുടെ വാക്കുകൾ എന്നാണ് കാസ പറയുന്നത്. ഇരയ്ക്കൊപ്പം എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് വേട്ടക്കാരനൊപ്പം ഓടുന്ന കേരളത്തിലെ സുഡാപ്പികൾ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരവുമായി നടക്കുന്ന തലാലിന്റെ സഹോദരൻ എന്ന ഭ്രാന്തനെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിളക്കുന്നു.